ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ ഇവയൊക്കെ ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ആ പ്രദേശത്തെ ബാധിച്ചിട്ടുള്ള ഒരു രോഗമാണ് പോഡോകോണിയോസിസ്. നമ്മുടെ നാട്ടിലെ മന്തിരോഗം പോലെ വരുന്ന ഒരു അസുഖമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു തരം നെഗ്ലക്റ്റഡ് ഡിസീസാണിത്. അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണിത് വരുന്നത്. ഈ രോഗം ബാധിച്ചിട്ടുള്ള കാലിൽ ഈ മന്ത് പോലെ ബാധിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്നതിന് ഒക്കെ പ്രയാസം അനുഭവിക്കുന്നത് വഴിയായിട്ട് ആ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ പുതിയ മരുന്നുകളൊക്കെ, നാട്ടുമരുന്നുകൾ, ഹെർബൽ മെഡിസിൻ അതൊക്കെ നിർമ്മിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തു വരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് നമ്മുടെ പരിശീലനവും നമ്മുടെ അവയർനെസ് പരിപാടികളും അതുപോലെ തന്നെ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു വരുന്നു. Amma fayyada? Amma fayyee. Turuudha. Gaariidha. Waaqayyoo galateeffadha. Amiin amiin. Amma iddoo torban irraa dhuftee asitti immoo deebi'ee immoo akkamidha? Si fayyeeraa jechuudha. പക്ഷേ എത്യോപ്യയിലെ നമ്മുടെ ഏറ്റവും വലിയ 2 പ്രവർത്തനങ്ങളാണ് ഭൗതികമായിട്ട് പറഞ്ഞാൽ ഈ രോഗത്തിൻ്റെ വിമുക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങളും ഈ പരിശ്രമങ്ങൾ മറ്റ് രൂപതകളിലോട്ടും നമ്മൾ പരിശീലനം, അവിടുത്തെ ആൾക്കാർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് മറ്റ് 2 രൂപതകളിലും ഇത് വ്യാപിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ശൈലി, സമഗ്രമായിട്ടുള്ള ഒരു വളർച്ച അവിടുത്തെ ജനത്തിന്, ദൈവജനത്തിന് എല്ലാവർക്കും യാതൊരു വ്യത്യാസവും കൂടാതെ നിർവഹിക്കുന്നതിന് നമുക്ക് കഴിയുന്നുണ്ട്. വെള്ളത്തിൻ്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കുകൾ, അതോടെ തന്നെ അവർക്ക് അത്യാവശ്യം വെള്ളം പിടിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ക്യാൻ, അതുപോലെ തന്നെ യാത്ര എളുപ്പമാക്കുന്നതിന്, ദീർഘദൂരം സഞ്ചരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കഴുതകളെ നൽകുന്നത്, അതൊക്കെ വഴിയായിട്ട് അവർക്ക് കുറച്ചും കൂടെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അത് ലഭിക്കുന്നതിന് ഇടയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വസ്ത്രങ്ങൾ അവർ തന്നെ നെയ്തെടുക്കുന്നതിന് വേണ്ടി തയ്യൽ പരിശീലനം നൽകി വരുന്നു. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില ഹാൻഡിക്രാഫ്റ്റ്സ് അതൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരത് നിർമ്മിച്ചെടുക്കുകയും കൈത്തൊഴിലായിട്ട് ഒക്കെ ചെയ്തു വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിഷയത്തിൽ ചെറിയ ചെറിയ വിധത്തിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളെയൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതിനും, അതുപോലെ തന്നെ മെറ്റൽ വർക്ക്, അതുപോലെ തന്നെ കാർപ്പൻട്രി, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ പഠിപ്പിക്കുന്നതിനുമൊക്കെ നമ്മുടെ അച്ഛന്മാർക്കുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. വലിയ സാങ്കേതിക മികവോടുകൂടി അല്ല എങ്കിൽ പോലും അത്യാവശ്യം ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, ഒരു ജനൽ, ഒരു വാതിൽ ഒക്കെ അവരുടെ വീടിന് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ളതൊക്കെ നിർവഹിക്കുന്നതിനും പണിഞ്ഞെടുക്കുന്നതിനും നിർമ്മിച്ചെടുക്കുന്നതിനുമൊക്കെ കഴിയുന്നുണ്ട്. ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ അവർക്ക് ഈ ബ്ലോക്കറ്റ് നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ വളരെയേറെ വ്യത്യാസം ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പല കുട്ടികളും ഇപ്പോൾ സ്കൂളുകളിൽ 1ാമത്തെ സ്ഥാനത്തോ 2ഓ 3ഓ ഒക്കെ ആയിട്ട് അവർ മാറുന്നുണ്ട്. അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സഹായങ്ങൾ, നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പഠനത്തിൽ സഹായിക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറി ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ മേഖലയാണ് പഠിക്കാൻ മിടുക്കരായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് ബോയ്സ് ഹോം എന്നുള്ള തലത്തിൽ നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുകയും നമ്മുടെ ബോയ്സ് ഹോമിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരായിട്ട് എഞ്ചിനീയർമാരായിട്ടും
ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി മിലാൻ യൂണിവേഴ്സിറ്റിയിൽ AI സാങ്കേതിക വിദ്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങളും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ച് അവർ പല എത്യോപ്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകുന്നതിന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുന്നുണ്ട്. മാതാപിതാക്കൾ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നൽകി വരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടുന്ന സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് കാര്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഈ ഉച്ചക്കഞ്ഞി വിതരണം എന്ന് പറയുന്നത് ഓരോ ദിവസവും 300ഓളം കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണം നമ്മുടെ സ്കൂളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. KG മുതൽ. ഒരു ദിവസം 10,000 ലിറ്ററോളം ജലം നമ്മുടെ ഗോറു ആശ്രമത്തിൽ നിന്ന് സമീപസ്ഥരായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ ദൗർലഭ്യം മനസ്സിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള സംവിധാനങ്ങൾ, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, ഡിഗിങ് ഓഫ് സ്മോൾ വെൽസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കൃഷിയുടെ രീതികൾ, പ്രത്യേകിച്ച് നമ്മുടെ ആശ്രമം ഒരു ചെറിയ നഴ്സറി പോലെയാണ്. നമ്മൾ ആശ്രമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സ്ഥലങ്ങളിലെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള മരച്ചീനി, നമുക്ക് 2 വെറൈറ്റി മരച്ചീനി കൃഷിയുണ്ട്. അവർക്ക് ഈ പറയുന്ന കൃഷി സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം വെറുതെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന കപ്പത്തണ്ട് നമ്മൾ കൊടുക്കുകയും അവർ കൃഷി ചെയ്യുകയും അത് വളർന്നു വരുന്നതനുസരിച്ച് അതിന് വേണ്ടുന്ന വളങ്ങൾ നൽകുന്നതിൻ്റെ കാര്യത്തിലും അത് പാകമാകുമ്പോൾ അത് എപ്രകാരമാണ് പാചകം ചെയ്യുന്നതൊക്കെ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെർബൽ മെഡിസിൻസ് അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന് മുരിങ്ങ, അതുപോലെ തന്നെ നീം തുടങ്ങിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ട്രീസ്, നമുക്ക് ആശ്രമത്തിൽ തന്നെ 7 തരം വാഴകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുകയും അവരുടെ ഭവനങ്ങളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഭക്ഷ്യസാധനത്തിൻ്റെ ഒരു ഭക്ഷ്യസുരക്ഷിതത്വം നമ്മൾ ഉണ്ടാക്കുന്നതിന് പരിശ്രമിക്കുന്നുണ്ട്. Sagaye mulash Mariam hoy. ቅድስተ ማርያም ያምላክና ለእኛ ለኃጢአተኞች አሁንም በሞታችን ጊዜ ለምኝልን። ለአብና ወልድ መንፈስ ቅዱስ ምስጋና ይሁን። አሁንም ዘወትርም
അതുവഴിയായിട്ട് സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടവരോ തിരസ്കൃതരോ അല്ല, ഒരുമിച്ച് ഒരുമയോടുകൂടി വേല ചെയ്യുന്നതിനും വളരുന്നതിനും ഇടയാകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയും ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ എല്ലാത്തിനും അവരുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് ലഭിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കത്തോലിക്ക സഭയുടെ ഒരു ആശുപത്രി ഒളീസോ സെൻറ്റ് ലൂക്ക് ഹോസ്പിറ്റൽ, അവിടെ നമ്മൾ ചാപ്പലിനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. രോഗികൾക്ക് വേണ്ടുന്ന എല്ലാ ആത്മീയമായിട്ടുള്ള സപ്പോർട്ടും രോഗാവസ്ഥയിൽ നമ്മൾ നൽകി വരുന്നു. ഇപ്രകാരം വൈവിധ്യങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് നമ്മുടെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇടവ സമൂഹത്തിൻ്റെ വളർച്ചയോടുകൂടി ദേശത്തിൻ്റെ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി നമ്മൾ നൽകി വരുന്നു. അങ്ങനെ നമ്മൾ ദേശത്തിന് അനുഗ്രഹമായി തീരുന്നതിന് സഹായിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നു. ഭാഷ, അതോടൊപ്പം തന്നെ കാലാവസ്ഥ, ഭക്ഷണം, ഗതാഗത സൗകര്യത്തിൻ്റെ കുറവ്, വൈദ്യുതിയുടെ അഭാവം, വെള്ളത്തിൻ്റെ അഭാവം, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും സ്പർദ്ധയും നമ്മളെയും ബാധിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകളെ ബാധിക്കുന്നു, നമ്മുടെ അവിടുത്തെ നിലനിൽപ്പിനെയും ബാധിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് 1-2 ആശ്രമങ്ങളിൽ നിന്ന് നമുക്ക് മാറി പോകേണ്ടതായിട്ട് വരുന്ന ഒരു പ്രദേശത്ത് തന്നെ നമ്മൾ മാറിപ്പോകേണ്ടതിന് നമ്മുടെ ഒരു അച്ഛനെ അവർ മാവോയിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ വാഹനം അവർ തട്ടിയെടുക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ അച്ഛന് ആപത്തൊന്നുമില്ലാതെ നമുക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായ നമ്മുടെ സിസ്റ്റേഴ്സിലെ ഒരാളെ അവർ പിടിച്ചുകൊണ്ട് പോവുകയും റാൻസം നൽകിയാണ് സിസ്റ്ററിനെ പിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്തത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിട്ട് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവപരിപാലനയുള്ള ഒരു ആശ്രയം നമുക്ക് കൂടുന്നതിനും ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്നതിനും ദൈവമക്കളെ അതനുസരിച്ച് വളർത്തുന്നതിനും സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് വളർത്തുന്നതിനും അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾക്ക് ഒക്കെ ദൈവത്തിരുമുമ്പാകെ നമുക്ക് നന്ദി ലഭിക്കും. ദൈവം തമ്പുരാൻ അതൊക്കെ കാണുമെന്നുള്ള വിശ്വാസത്തോട് ഞങ്ങൾ ഓരോരുത്തരും അനുദിനം മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹായങ്ങളും അതിന് എത്യോപ്യൻ മിഷന് സമർത്ഥമായിട്ട് ആവശ്യമുണ്ട്. ആയതിനാൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നമ്മുടെ മിഷണറിമാരെ, മിഷൻ മേലകളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. በቀራንዮ መንገድ ከስንተኛይቱ እናቴ ጋር የተገናኘ ደጉ ኢየሱስ ሆይ እንሰግድልሃለን። በሞታችን ጊዜ ከአንተ ከውድ አባታችን ጋር እንድንገናኝ ጸጋን ስጠን። አሜን። በሰማይ የምትኖር አባታችን ሆይ ስምህ ይመስገን፣ መንግሥትህ ትምጣ፣ ፈቃድህ በሰማይ እንደሆነ እንዲሁ በምድር ይሁን። የዕለት እንጀራችንን ዛሬ ስጠን፣ እኛን የበደሉንን ይቅር እንደምንል በደላችን ይቅር በለን፣ ከክፉ ሁሉ ሰውረን እንጂ ወደ ፈተና አታግባን። መንግሥት፣ ኃይልና ክብር፣ ምስጋና ለዘላለም ያንተ ነውና አሜን። ጸጋ የሞላሽ ማርያም ሆይ ሰላም ላንቺ ይሁን፣ እግዚአብሔር ከአንቺ ጋር ነው። ከሴቶች ሁሉ የተባረክሽ ነሽ፣ ልጅሽም ፍሬ ኢየሱስ የተባረከ ነው። ቅድስት ማርያም የአምላክ እናት ለእኛ ኃጢአተኞች አሁንም በሞታችን ጊዜ ለምኝልን። ለአብና ለወልድ ለመንፈስ ቅዱስ ምስጋና ይሁን አሁንም ዘወትር ለዘላለሙ አሜን። ጌታ ሆይ ማረን። ጌታችን ሆይ ማረን። ማነው ከእኛ እሷን አይቶ ያንን ጥፋት ተመልክቶ
my way.